നിങ്ങൾ ലേഡി ജീസസ് ക്രൈസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ IAS ഉദ്യോഗസ്ഥരിൽ ഒരാളും മുൻ പത്തനംതിട്ട ജില്ലാ കലക്ടറുമായിരുന്ന ദിവ്യ എസ് അയ്യർ യേശുവിനെ കുറിച്ചുള്ള അല്പം വിചിത്രമായ ഒരു കവിത ചൊല്ലി. സോഷ്യൽ മീഡിയയിൽ അത് വലിയ വിവാദവുമാണ്. ആ കവിതയിൽ ഇപ്രകാരമാണ് പറയുന്നത്: യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അതിന് 3 തരം വാദങ്ങളുണ്ട്. യേശു ഒരു കാലിഫോർണിയക്കാരനായിരുന്നു, യേശു ഐറിഷുകാരനായിരുന്നു, യേശു യഹൂദനായിരുന്നു. ഇതിനെല്ലാം 3 വാദങ്ങൾ ഉണ്ടെന്നാണ് കവിതയിൽ പറയുന്നത്. ഒടുവിൽ കവിത പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് യേശു ഒരു സ്ത്രീ ആയിരുന്നു, അതിനും 3 വാദങ്ങൾ ഉണ്ട് എന്നാണ്. ഇത് ഇന്റർനെറ്റ് കാലത്ത് ആരോ ഹാസ്യാത്മകമായി എഴുതിയ കുറേ വരികൾ മാത്രമാണ്. അതിലെ വരികൾക്കോ വാദങ്ങൾക്കോ ഒന്നും ചർച്ച ചെയ്യത്തക്ക നിലയിലുള്ള ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ മാറ്റം വരുത്താം. യേശു ഇന്ത്യക്കാരനായിരുന്നെന്നോ കേരളക്കാരനായിരുന്നെന്നോ അതിനെല്ല വാദങ്ങളുണ്ടെന്നോ ഒക്കെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ, മലയാളത്തിൽ അത് അവതരിപ്പിച്ചത് കൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന IAS ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ ആയതുകൊണ്ടാണ്. നന്നായി പഠിച്ച് മെഡിക്കൽ ഡോക്ടറും പിന്നെ IASകാരിയും ഒക്കെ ആയെങ്കിലും പ്രായോഗിക ബുദ്ധി, വിവേകം എന്നൊക്കെയുള്ളത് അതിനും മേലെയാണല്ലോ. അയ്യർക്ക് ഈ കാര്യത്തിൽ അത് അല്പം കുറഞ്ഞുപോയി എന്നേ ഉള്ളൂ. ഈ വരികൾ ചൊല്ലുന്നതിലൂടെ ഈ ദിവ്യ എസ് അയ്യർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കേട്ടവർക്കൊന്നും മനസ്സിലായതുമില്ല. എൻ്റെ സ്നേഹിതൻ ജോയ് മാത്യു ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു: മാഡം മലയാളത്തിൽ പറഞ്ഞത് ഒരു ഇംഗ്ലീഷ് കവിതയായിരുന്നു. മലയാളിക്ക് അതത്ര പിടിച്ചില്ലെന്ന് മാത്രം. യേശു ജാതിയുടെയും മതത്തിൻ്റെയും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ അതീതനാണ്. എല്ലാവർക്കും എല്ലാമാണ്. ബ്രാക്കറ്റിൽ കവിതയെ കവിതയായി കാണുക, ഏലിയാമ്മയായി കാണരുത്. ജോയി പറഞ്ഞത് വളരെ കൃത്യമാണ്. കവിതയെ കവിതയായി മാത്രം കണ്ടാൽ മതി. എന്നാൽ ഈ കവിതയുടെ അവസാനത്തെ വരികൾ യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്ന് സ്ഥാപിക്കുന്ന 3 വാദങ്ങളുണ്ട്. ആ വാദങ്ങൾ അല്പം അർത്ഥപൂർണമാണ്. പക്ഷെ തൽക്കാലം ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഹാലലിയയുടെ ഇംഗ്ലീഷ് ചാനലിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. യേശുവിനെ സ്ത്രീയായി ചിത്രീകരിക്കുന്ന സാഹിത്യ സൃഷ്ടികളും പുസ്തകങ്ങളും സിനിമകളും ഒക്കെ ലോകത്തിലുണ്ടായിട്ടുണ്ട്. സമീപകാലത്ത് അമേരിക്കയിലെ ഏറ്റവും പോപ്പുലറായ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന മ്യൂസിക്കൽ ഓപ്പറയിൽ യേശുവായി വേഷം ധരിച്ചിരിക്കുന്നത് തന്നെ ഒരു സ്ത്രീയാണ്. മാത്രവുമല്ല, അവർ ലെസ്ബിയനുമാണ്. ഇതിനെക്കുറിച്ചും ഞാൻ ചെയ്ത ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്കതും കാണാവുന്നതാണ്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സാഹിത്യത്തിലോ പുസ്തകത്തിലോ സിനിമയിലോ ഒന്നുമല്ല, റിയൽ ലൈഫിൽ താൻ യേശുവിൻ്റെ അവതാരമാണെന്ന് അവകാശപ്പെടുന്ന ധാരാളം പുരുഷന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരു സ്ത്രീ, അവർ സ്വയം യേശുക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. അവരൊരു ആഗോള കൾട്ട് സഭ രൂപീകരിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ പരമ്പരാഗത ക്രിസ്തീയ ഉപദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സ്വന്തം പ്രവാചകന്മാരെയും വിശ്വാസങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കൾട്ട് പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും വലിയ വിഭാഗം വിശ്വാസികളെ അതിലേക്കൊക്കെ ആകർഷിക്കുകയും ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ ചർച്ച് ഓഫ് ഓൾമൈറ്റി ഗോഡ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ലൈറ്റ്നിങ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പിലുള്ള സ്വയം യേശുക്രിസ്തുവാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഇവരുടെ ചരിത്രം ആരംഭിക്കുന്ന 1991 ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലാണ്. ദി ഷൗട്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഹൗസ് ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ ഷാവോ വെയ്ഷാൻ എന്ന് പറയുന്ന ഒരു ഫിസിക്സ് അധ്യാപകനായിരുന്നു ഈ സഭയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ സഭയിലെ യാങ് ഷിയാങ് ബിൻ എന്ന യുവതിക്ക് ചില വെളിപ്പാടുകൾ ലഭിച്ചു. ആ വെളിപ്പാടുകൾക്ക് ചുറ്റും ഒരു ചെറിയ സമൂഹം രൂപപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പ്രവചനങ്ങളായാണ് സഭ അംഗങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. 1992 ആയപ്പോഴേക്ക് ഷാവോ വെയ്ഷാൻ ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തി. യാങ് ഷിയാങ് ബിൻ എന്ന ഈ യുവതി യേശുക്രിസ്തുവിൻ്റെ 2ാം വരവാണ്, ദൈവത്തിൻ്റെ അവതാരമാണ്. ഇതായിരുന്നു പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തെ തുടർന്ന് യാങ് ഷിയാങ് ബിൻ എന്ന സ്ത്രീയെ യേശുക്രിസ്തു ആണെന്ന് വിശ്വസിച്ച് അവൻ എന്ന് സംബോധന ചെയ്യുവാൻ തുടങ്ങി. പിന്നീട് ഇതിന് ദൈവശാസ്ത്രപരമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി
മത്തായിയുടെ സുവിശേഷം 24:27 അവർ കൂട്ടുപിടിച്ചു. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വരെ പ്രകാശിക്കുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവും ആയിരിക്കും എന്ന വാക്യത്തെയാണ് അവരെടുത്തത്. അതിനെ തുടർന്നാണ് ഈസ്റ്റേൺ ലൈറ്റ്നിങ് എന്ന പേരിൽ ഈ സഭ അറിയപ്പെടുവാൻ തുടങ്ങിയത്. തങ്ങളുടെ ഉത്ഭവ സ്ഥലമായ ചൈനയെയാണ് കിഴക്ക് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ പൂർത്തീകരണമാണ് ഈ സ്ത്രീ എന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി. ഈ പ്രസ്ഥാനം അതിവേഗം വളർന്നപ്പോൾ ചൈനീസ് ഭരണകൂടം ശക്തമായ എതിർപ്പുകളുമായി മുന്നോട്ട് വന്നു. ഇതിൻ്റെ ഫലമായി 2000 ആയപ്പോഴേക്ക് ഷാവോ ഷെയ്വാനും യാങ് ഷിയാങ്ബിന്നും അമേരിക്കയിലേക്ക് പലായനം ചെയ്തു. ചൈനയിൽ മതപീഡനം നേരിടുന്ന ക്രിസ്തീയ സഭാംഗങ്ങൾ എന്ന നിലയിൽ അമേരിക്ക അവർക്ക് രാഷ്ട്രീയ അഭയം നൽകി. നിലവിൽ ന്യൂയോർക്കിൽ നിന്നാണ് ഇരുവരും പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ഷാവോ വെയ്ഷാനാണ് ഭരണപരമായ നേതാവായി സഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. യാങ് ഷിയാങ്ബിൻ എന്ന ഈ സ്ത്രീ സർവശക്തനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുന്നു. ഇനി ഇവരുടെ ഉപദേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാൽ, ദ ചർച്ച് ഓഫ് ഓൾമൈറ്റി ഗോഡിൻ്റെ ഉപദേശങ്ങൾ ഒരു സാധാരണ ക്രിസ്തീയ വിശ്വാസിക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഉപദേശങ്ങളാണ്. ഇതിൻ്റെ പ്രധാന ഉപദേശം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഒരു ചൈനീസ് സ്ത്രീയായ ഈ ഷിയാൻബിങ്ങിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ സ്ത്രീയെ അവസാന നാളുകളിലെ ക്രിസ്തു എന്നും സർവശക്തനായ ദൈവമെന്നും അവർ വിളിക്കുന്നു. ഈ പുതിയ അവതാരം മനുഷ്യരാശിയുടെ പാപസ്വഭാവത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ടാണ് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നതെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ലോകത്തിലുള്ള പ്രവർത്തനത്തെ അവർ 3 ഘട്ടങ്ങളായി വിഭജിക്കുന്നു. ഏജ് ഓഫ് ലോ, നിയമത്തിൻ്റെ യുഗം, അതായത് പഴയ നിയമ കാലഘട്ടം. ഏജ് ഓഫ് ഗ്രേസ്, കൃപയുടെ യുഗം, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മൂലമുണ്ടായ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് ക്ഷമ നൽകിയ കാലഘട്ടമാണിത്. എന്നാൽ യേശുവിൻ്റെ മരണം പൂർണ്ണമായിട്ടും പാപസ്വഭാവത്തെ ഇല്ലാതാക്കുവാൻ പര്യാപ്തമായില്ലെന്നും ഇവർ പഠിപ്പിക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് പുതിയ അവതാരമായി യേശു വന്നിരിക്കുന്നത്. ഏജ് ഓഫ് കിങ്ഡം, രാജ്യത്തിൻ്റെ യുഗം. അത് 1991 ആരംഭിച്ച ഈ പുതിയ സഭയാണ്. സർവശക്തനായ ദൈവവുമായി യാങ് ഷിയാങ്ബിൻ എന്ന് പറയുന്ന ഈ സ്ത്രീ അവതരിച്ചിരിക്കുന്നു. ഇതാണ് ഉപദേശം. ഈ ഉപദേശത്തിലൂടെ യേശുവിൻ്റെ ക്രൂശിലെ മരണം അപൂർണമായിരുന്നു എന്ന് ഇവർ സ്ഥാപിക്കുകയാണ്. ഇതൊരു സാധാരണ ക്രിസ്തീയ വിശ്വാസത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഗുരുതരമായ ദുരുപദേശമാണ്. യഥാർത്ഥവും പൂർണ്ണവുമായ രക്ഷ അവരുടെ നേതാവായ യാങ് ഷിയാങ്ബിന്നിനെ പിന്തുടരുന്നതിലൂടെ മാത്രമേ ലഭിക്കൂ എന്നാണ് ഇവർ വാദിക്കുന്നത്. ഇവരുടെ ഉപദേശം അനുസരിച്ച് ബൈബിൾ പഴയ കാലത്തുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ചരിത്രരേഖ മാത്രമാണ്. ബൈബിൾ പൂർണ്ണമല്ലാത്തതിനാൽ അവർ പുതിയൊരു ബൈബിൾ തന്നെ പുറത്തിറക്കി. ജഡത്തിൽ വെളിപ്പെട്ട വചനം, ദ വേർഡ് അപ്പിയേഴ്സ് ഇൻ ദ ഫ്ലഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലൂടെ വിശ്വാസികളെ തങ്ങളുടെ നേതാവിൻ്റെ സമ്പൂർണ്ണമായ ഒരു നിയന്ത്രണത്തിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അവർ പിന്നീട് യഥാർത്ഥ ബൈബിൾ അന്വേഷിച്ച് പോവുകയില്ലല്ലോ. കൂടാതെ ഇവർ തൃത്വത്തെ നിഷേധിക്കുന്നു. തൃത്വം നിലവിലില്ലെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ ദൈവത്തിൻ്റെ വ്യത്യസ്തമായ 3 ഭാവങ്ങൾ മാത്രമാണെന്നും ഇവർ പഠിപ്പിക്കുന്നു. ഇനി ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന രീതികളും ഇവരെ സംബന്ധിച്ചുള്ള ചില വിവാദങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ചർച്ച് ഓഫ് ഓൾമൈറ്റി ഗോഡിൻ്റെ പ്രവർത്തനങ്ങൾ മിക്കപ്പോഴും ദുരൂഹതകൾ നിറഞ്ഞതും രഹസ്യാത്മകവുമാണ്. ചൈനയിലെ സ്വതന്ത്ര മതപ്രവർത്തനത്തിനുള്ള തടസ്സം മൂലം മിക്ക ഹൗസ് ചർച്ചുകളും രഹസ്യാത്മകമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആകർഷണ വലയത്തിൽ കുടുങ്ങുന്നവർ ഇവരുടെ വിശ്വാസം എന്തെന്നോ ഉപദേശം എന്തെന്നോ ഒന്നും അറിയാതെയാണ് ഈ സംഘത്തിൽ എത്തിപ്പെടുന്നത്. ആദ്യം സൗഹൃദപൂർവ്വം തങ്ങളോടൊപ്പം ചേർത്ത് ക്രമേണ തങ്ങളുടെ നേതാവ് യേശുവിൻ്റെ അവതാരമാണെന്ന നിലയിലുള്ള പഠനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുകൂടാതെ ബ്ലാക്ക് മെയിലിങ്, ബ്രെയിൻ വാഷിങ്, തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക പ്രലോഭനങ്ങൾ തുടങ്ങിയ അപകടകരമായ തന്ത്രങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട്. ഇങ്ങനെ തങ്ങളോടൊപ്പം ചേരുന്ന അംഗങ്ങളെ അവരുടെ കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകറ്റുക എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഏതെങ്കിലും നിലയിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോട് എതിര് പറയുന്നവരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറ്റുകാരായും മറ്റും ചിത്രീകരിച്ച് പുറത്താക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മാത്രവുമല്ല, ഇവരുടെ ഈ സംഘവുമായി ബന്ധപ്പെട്ട് നിരവധി കുറ്റകൃത്യങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. 2002 ഒരു ഹൗസ് ചർച്ചിലെ 34 നേതാക്കളെ ഇവർ തട്ടിക്കൊണ്ടുപോയതായി ഒരു കേസുണ്ടായി. 2 മാസത്തോളമാണ് അവരെ തടവിൽ താമസിപ്പിച്ചത്. 2014 ഷാവോ യുവാൻ എന്ന സ്ഥലത്ത് അവിടെ ഒരു മക്ഡൊണാൾഡ്സിൽ വെച്ചൊരു കൊലപാതകം നടന്നു. ഇവരുടെ സംഘത്തിൽ ചേരാൻ വിസമ്മതിച്ച ഒരു സ്ത്രീയെ 5 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പിന്നീട് ഇത് അന്വേഷിച്ച പോലീസ് കണ്ടെത്തുകയും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തു.
ദ ചർച്ച് ഓഫ് ഓൾമൈറ്റി ഗോഡിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയും ചൈനീസ് ഭരണകൂടത്തിനെതിരെയുള്ള അവരുടെ നിലപാടുകളും അവരെക്കുറിച്ചുള്ള ആരോപണങ്ങളും ഒക്കെ ചേർന്ന് ഒടുവിൽ ഗവൺമെൻറ് ഇത് നിരോധിച്ചു. പക്ഷേ ഈ നിരോധനത്തിൻ്റെ ഫലമായി 10,000-കണക്കിന് ആളുകളെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തെങ്കിലും കുറേയധികം പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നെങ്കിലും സഭ അതിവേഗം വളരുകയാണ് പിന്നീട് ഉണ്ടായത്. ഈ കടുത്ത പീഡനങ്ങൾ മൂലം 1000-കണക്കിന് അംഗങ്ങൾ ചൈനയിൽ നിന്ന് പലായനം ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ എത്തിച്ചേർന്നു. അത് ഈ സഭയുടെ അന്താരാഷ്ട്രീയമായ ഒരു വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ദക്ഷിണ കൊറിയ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ഇവർക്ക് സ്വാധീനമുണ്ട്. ഇവർക്കെല്ലാം രാഷ്ട്രീയ അഭയം നൽകുന്നതിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൈനീസ് പീഡനത്തിൻ്റെ ഇരകളാണ് തങ്ങളെന്ന് ചിത്രീകരിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഓസ്ട്രേലിയയും ഒക്കെ ഇവർക്ക് അഭയം നൽകുവാൻ തയ്യാറാകുന്നത്. ഇനിയും യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല, ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇവർ കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. 2020 നാഗാലാൻഡിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭയായ നാഗാലാൻഡ് ബാപ്റ്റിസ്റ്റ് സഭയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായ ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും പിന്നീട് അതിൻ്റെ ലീഡേഴ്സ് ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ധാരാളം യുവജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് ഈ കൾട്ട് സഭ നാഗാലാൻഡിൽ വേരുപിടിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. നാഗാലാൻഡിൽ 1000-കണക്കിന് യുവജനങ്ങളെ ആകർഷിച്ച ഈ പ്രസ്ഥാനം ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ട് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ള കാര്യവും പറയട്ടെ. എന്തായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് ക്രിസ്തീയ വിശ്വാസികൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കാത്ത ഒരു കൾട്ടാണ്. ഈ കൾട്ടുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ കൾട്ട് സമൂഹങ്ങൾക്കും സമാനമായ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം, അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ മരണത്തിലൂടെയാണ് മനുഷ്യന് പാപമോചനം ഉണ്ടാകുന്നതും രക്ഷ ഉണ്ടാകുന്നതും നിത്യത അവകാശമാകുന്നതും. എന്നാൽ ഇതിനെ തള്ളിപ്പറയുക എന്നുള്ളതാണ് പൊതുവെ കൾട്ടുകളുടെ ഒരു പ്രധാന സ്വഭാവം. രണ്ടാമത്, ബൈബിളിൻ്റെ അധികാരത്തെ ഇവർ ചോദ്യം ചെയ്യും. ദൈവവചനം പൂർണ്ണമാണെന്നും ബൈബിൾ പറയുമ്പോൾ അതല്ല, മറ്റു ചില വെളിപ്പാടുകൾ കൂടെ ഉണ്ടെങ്കിലേ ഇത് പൂർണ്ണമാകുകയുള്ളൂ എന്ന് കൾട്ട് ഗ്രൂപ്പുകൾ പൊതുവെ പറയുകയും അവർ ആ നിലയിലുള്ള ബൈബിളോ ബൈബിൾ ഭാഗങ്ങളോ ഉണ്ടാക്കിയെടുത്ത വിശ്വാസികളെ അതിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം അവരുണ്ടാക്കിയെടുക്കുന്ന പുതിയ വചനത്തിൽ മാത്രമേ അവരുടെ ആശയങ്ങൾ വ്യക്തമാക്കുവാനുള്ള തെളിവുകൾ അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വിഭാഗം കൾട്ടുകളും വ്യക്തികളിൽ വലിയ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ പോലും ബന്ധപ്പെടുവാൻ അനുവദിക്കാതെ ആ ഗ്രൂപ്പിനകത്ത് മാത്രമുള്ള ബന്ധങ്ങളിലേക്ക് ചുരുങ്ങുവാൻ അവർ പ്രേരിപ്പിക്കും. ഇത് കൾട്ടുകളെ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൾട്ട് ഗ്രൂപ്പുകളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി പഠിച്ച് കൃത്യമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയുക, ജാഗ്രത പാലിക്കുക, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹല്ലേലൂയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹല്ലേലൂയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹല്ലേലൂയയ്ക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് 1000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയയ്ക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹല്ലേലൂയ പത്രം പുറത്തിറങ്ങുന്നു. 1000-കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു.
ഈ രണ്ട് സംവിധാനത്തിലൂടെ പതിനായിരങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.